ജീവനും ജീവിതവും എന്ന ഓൺലൈൻ പഠന ക്ലാസ്സിന്റെ 150ാമത്തെ സെഷനാണ് ഇന്ന് നടക്കുവാനായിട്ട് പോകുന്നത്. അപരന്റെ കണ്ണിലെ കരടും സ്വന്തം കണ്ണിലെ കോലും, തിരുത്തലിന്റെ വേദശാസ്ത്രം, ഈ വിഷയമാണ് ഇന്ന് നമ്മൾ ഒന്നിച്ച് പഠിക്കുവാനും ചർച്ച ചെയ്യുവാനുമായിട്ടൊക്കെ പോകുന്നത്. നമ്മിൽ ഓരോ മനുഷ്യരും അവരുടെ അധികാരപരിധിയിലോ സ്വാധീനത്തിലോ സംരക്ഷണത്തിലോ ഒക്കെ ആയിട്ടുള്ള നമ്മുടെ സഹമനുഷ്യരുടെ കുറ്റങ്ങളും കുറവുകളും കാണുമ്പോൾ അവരെ തിരുത്തുവാൻ അതിൽ ഇടപെടുകയും അവരെ തിരുത്തുവാൻ ശ്രമിക്കുകയും ചെയ്യുക സാധാരണമാണ്. എന്നാൽ കുറ്റങ്ങൾക്കും കുറവുകൾക്കും അതീതരല്ലാത്ത നാം ഒരു വിശ്വാസി എന്ന നിലയിൽ അത്തരം തിരുത്തൽ ശ്രമങ്ങളിൽ പാലിക്കേണ്ട ചില ക്രിസ്തീയ നീതിയും രീതിയും അതിരുകളും ഒക്കെയുണ്ട്. അത് എപ്രകാരമാണ് എന്ന് വചനാടിസ്ഥാനത്തിലുള്ള ഒരു പഠനവും ചർച്ചയുമാണ് തുടർന്ന് നാം ചെയ്യുവാനായിട്ട് പോകുന്നത്. ഇത് സംബന്ധിച്ച് വിഷയം നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഡോക്ടർ ജോർജ് ഇരുമ്പൻ സഹോദരനാണ്. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ. കാലിക പ്രസക്തമായ വേദശാസ്ത്ര വിഷയങ്ങളും അതുപോലെ തന്നെ പ്രായോഗികമായ ക്രിസ്തീയ ജീവിതം സംബന്ധിച്ച പ്രമേയങ്ങളുമാണ് നമ്മൾ ഈ പഠന പരമ്പരയിൽ ചർച്ച ചെയ്യുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ പ്രയോജനം ചെയ്യുന്ന ഒരു ചർച്ചാ പഠന പരിപാടിയാണ് എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. പ്രത്യേകിച്ചും ക്ലാസ്സുകൾക്ക് ശേഷം ചർച്ചയും കൂടി ഉള്ളതുകൊണ്ട് വിവിധങ്ങളായിട്ടുള്ള സംശയങ്ങളും ചോദ്യങ്ങളൊക്കെ ചോദിക്കാനൊക്കെ അവസരമുള്ളത്, ആളുകളെ ചിന്തിപ്പിക്കാൻ അല്ലെങ്കിൽ ചിന്തിച്ചിട്ട് ചോദിക്കാൻ അവസരമില്ലാത്തവർക്ക് ചോദിക്കാനുള്ള അവസരമൊക്കെ ഉള്ളത് നമ്മുടെ ക്രിസ്തീയ ജീവിതം ഒരു ആചാരമോ അല്ലെങ്കിൽ ഒരു പാരമ്പര്യമോ എന്നതിനപ്പുറമായിട്ട് ചിന്തിച്ചുറച്ച ദൈവവചന അടിസ്ഥാനത്തിൽപ്പെട്ട ഒരു ജീവിത രൂപാന്തരം സംഭവിച്ച കാര്യമാണ് എന്നുള്ള കാര്യം ആളുകൾക്ക് ബോധ്യപ്പെടാൻ സഹായിക്കും. അത് മാത്രമല്ല, അതുകൊണ്ട് തന്നെ ക്ഷീണിച്ചു പോകുന്ന പല വിശ്വാസികൾക്കും ഉത്സാഹം പകരാൻ ഈ പഠനം സഹായിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്നത്തെ പഠന വിഷയത്തിന് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളാണ്. അത് യേശുവിന്റെ പ്രസിദ്ധമായ മലയിലെ പ്രസംഗം എന്ന തന്റെ ലോകവീക്ഷണം സംബന്ധിച്ച്, ദൈവരാജ്യം സംബന്ധിച്ച് ലോകവീക്ഷണത്തെ എന്റെ പ്രഖ്യാപനമാണ്. യേശു ലോകപ്രസിദ്ധനായി തീർന്നത്, അല്ലെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ ഇടയിൽ എന്ന് മാത്രമല്ല, പ്രസിദ്ധരെന്ന് ലോകം കണക്കാക്കുന്ന മനുഷ്യരുടെ മുന്നിൽ തന്നെയും യേശുവിന് വലിയൊരു സ്ഥാനം കൊടുത്തത് ഈ മലയിലെ പ്രസംഗമാണ്. നമ്മുടെ രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മാഗാന്ധിയെയും വിശ്വസാഹിത്യ മേഖലയിൽ പ്രസിദ്ധനായിട്ടുള്ള ലിയോ ടോൾസ്റ്റോയിയും ഒക്കെ വളരെ സ്വാധീനിച്ച ഒരു പ്രസംഗമാണ് മലയിലെ പ്രസംഗം. ടോൾസ്റ്റോയിയെ വായിച്ചിട്ടാണ് ഗാന്ധിജി തന്നെ യേശുവിനെ പരിചയപ്പെടുന്നത്. യേശുവും ഈ ലോകവീക്ഷണത്തിലേക്ക് ആകർഷിക്കപ്പെട്ടത് ടോൾസ്റ്റോയ് മുഖാന്തരമാണ് എന്നാണ് ഞാൻ വായിച്ചത്. എന്തായാലും വളരെ വ്യത്യസ്തമായിട്ടുള്ള, വളരെ ഉന്നത നിലവാരം പുലർത്തുന്ന ചിന്തകളാണ് ഈ മലയിലെ പ്രസംഗത്തിൽ നമുക്ക് വായിക്കാനായിട്ട് സാധിക്കുക. ടോൾസ്റ്റോയുടെ പേരുകേട്ട പുസ്തകം കിങ്ഡം ഓഫ് ഗോഡ് ഈസ് വിത്തിൻ എന്ന പുസ്തകം ഈ വിഷയം സംബന്ധിച്ച് എഴുതപ്പെട്ടതാണ്. ഗാന്ധിജി വായിച്ച് ആദ്യമായിട്ട് ആകർഷിക്കപ്പെട്ടത് ഈ പുസ്തകത്തിലൂടെയാണ്. നമ്മുടെ നാട്ടിൽ ഇന്ന് ബാഹ്യാചാരങ്ങളുടെ ഒരു മേളം അല്ലെങ്കിൽ ഒരു ഘോഷയാത്ര നടക്കുന്ന കാലമാണ്. ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒരേപോലെ നോമ്പ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്.
എന്നാൽ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് വിത്തിൻ എന്ന് പറയുമ്പോൾ ടോൾസ്റ്റോയ്ക്ക് യേശുവിന്റെ ലോകവീക്ഷണം ഒരുപക്ഷെ ഉൾക്കൊള്ളാൻ, പൂർണ്ണാർത്ഥത്തിലല്ല എങ്കിലും കുറച്ചെങ്കിലും ഉൾക്കൊള്ളാൻ കഴിഞ്ഞതിന്റെ ഒരു പ്രകടനമാണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു ഫലമാണ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ലോകവീക്ഷണത്തിൽ ഉള്ളിൽ നിന്ന് വരുന്ന മാറ്റം ബാഹ്യ ആചാരങ്ങളെക്കാൾ അകമേ നിന്നുള്ള രൂപാന്തരമാണ് യേശു ഊന്നി പറയുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്രസിദ്ധ ബൈബിൾ പണ്ഡിതനായ ജോൺ സ്റ്റോട്ടിന്റെ അഭിപ്രായത്തിൽ ഈ പ്രസംഗത്തിലെ നിലവാരം, അതിന്റെ മൂല്യങ്ങൾ, അതൊക്കെയും നമ്മൾ പരിശീലിക്കുകയാണെങ്കിൽ സഭയെക്കുറിച്ച് പ്രതീക്ഷിക്കുന്ന വ്യത്യസ്തമായ ഒരു സമൂഹം നമുക്ക് സൃഷ്ടിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഇന്ന് നമ്മുടെ സഭകൾ എന്ന് പറയുന്ന സഭകളിൽ തന്നെ വലിയൊരു പ്രതിസന്ധി നാം നേരിട്ട് കൊണ്ടിരിക്കുകയാണ്. ചുറ്റുപാടുമുള്ള നമ്മുടെ സമൂഹത്തിൽ നിന്ന് അധിക പേരും ക്രിസ്തീയ പശ്ചാത്തലത്തിൽ നിന്ന് വേർപെട്ടു വന്നവരാണ്. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന നമ്മുടെ ബന്ധുക്കളും അയൽപക്കക്കാരും കൂട്ടുകാരുമായി ഇന്ന് നാമധേയ കൂട്ടങ്ങളിൽ അല്ലെങ്കിൽ സംഘടിത ക്രിസ്തീയ കൂട്ടങ്ങളിൽ പോകുന്നവരിൽ നിന്നും നമ്മുടെ സംസ്കാരം അല്ലെങ്കിൽ നമ്മുടെ ലോകവീക്ഷണം കാര്യമായിട്ടുള്ള മാറ്റത്തിന് വിധേയമായിട്ടുണ്ടോ എന്ന് സംശയിക്കുന്ന പശ്ചാത്തലത്തിൽ ഈ പഠനം തീർച്ചയായിട്ടും നമുക്കൊരു ഉൾക്കാഴ്ച നൽകാൻ സഹായിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അപരന്റെ കണ്ണിലെ കരടും സ്വന്തം കണ്ണിലെ കോലും, തിരുത്തലിന്റെ വേദശാസ്ത്രം, ഇതാണ് നമ്മുടെ തലക്കെട്ട്. മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിലാണ് ഇത് നാം വായിക്കുക. ആമുഖമായിട്ട് വാക്യങ്ങൾ വായിച്ചു കേൾപ്പിക്കാം. നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് വിധിക്കരുത്. നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ നിങ്ങളെയും വിധിക്കും. നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്നു കിട്ടും. എന്നാൽ സ്വന്തം കണ്ണിലെ കോൽ ഓർക്കാതെ സഹോദരന്റെ കണ്ണിലെ കരട് നോക്കുന്നത് എന്ത്? അല്ല, സ്വന്തം കണ്ണിൽ കോലിരിക്കെ നീ സഹോദരനോട് നിന്റെ കണ്ണിൽ നിന്ന് കരട് എടുത്ത് കളയട്ടെ എന്ന് പറയുന്നത് എങ്ങനെ? കപടഭക്തിക്കാര, മുമ്പേ സ്വന്തം കണ്ണിൽ നിന്ന് കോൽ എടുത്ത് കളക, പിന്നെ സഹോദരന്റെ കണ്ണിൽ നിന്ന് കരട് എടുത്ത് കളവാൻ വെടിപ്പായി കാണും. ഒറ്റ വായനയിൽ ഇതൊരു തിരുത്തലിന്റെ ഉപദേശമാണ്. വിധിക്കാനായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന മനുഷ്യനോട് വിധിക്കരുത് എന്ന് പറയുകയും, അല്ലെങ്കിൽ നിന്റെ വിധിക്കുന്ന രീതി ശരിയല്ല, അതിൽ തിരുത്തൽ വേണം എന്ന് പറയുകയും ചെയ്യുന്ന ഒരു ഉപദേശമായിട്ട് നമുക്ക് ഇതിനെ കാണാനായിട്ട് സാധിക്കും. ഇപ്പൊ ടോൾസ്റ്റോയ് ഇതിനെക്കുറിച്ച് പറയുന്നത് സഹോദരൻ വിധിക്കരുതെന്നാണ്. മറ്റുള്ളവരുടെ കുറവുകളോ വീഴ്ചകളോ കാണുകയോ വേണ്ട, അതിനോടൊരു ബ്ലൈൻഡ് ഐ എന്ന് പറയും, അല്ലെങ്കിൽ കാണാതിരിക്കുന്ന ഒരു സമീപനമാണ് വേണ്ടത് എന്ന് പറയാൻ അദ്ദേഹം ബന്ധപ്പെടുന്നുണ്ട്. എന്നാൽ യേശു അങ്ങനെ ഉദ്ദേശിച്ചു എന്ന് ചിന്തിക്കാനായിട്ട് ന്യായമില്ല. സഹോദരന്റെ ജീവിതത്തിലെ സത്യവും തെറ്റും അല്ലെങ്കിൽ വീഴ്ചകളും കുറവുകളൊക്കെ കാണാനായിട്ട് നമുക്ക് വിമർശനാത്മകമായ രീതിയിൽ കാണാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും. അല്ലെങ്കിൽ നമ്മൾ എന്താ പറയാ, ഒരു ബൊമ്മകൾ പോലെ ആയി പോകില്ലേ. യേശു തന്നെ പഠിപ്പിച്ച സമഗ്രതയ്ക്കും
അല്ലെങ്കിൽ കാപട്യത്തിനെതിരെയുള്ള തന്റെ സമീപനത്തിനൊക്കെ വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമായിട്ട് അത് തീരുമെന്ന് വിചാരിക്കുന്നു. എന്ന് മാത്രമല്ല, ദൈവസാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ സ്വഭാവത്തിനോട് ചേർന്ന ഒരു കാര്യമാണല്ലോ മറ്റുള്ളവരെ വിധിക്കുക എന്നുള്ളത്. അതൊരും വിരുദ്ധമായിട്ടൊരു കാഴ്ചപ്പാടായിരിക്കും അത് എന്ന് ചിന്തിക്കാനായിട്ട് സാധിക്കും. എന്ന് മാത്രമല്ല, നിങ്ങളുടെ നീതി പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും നീതിയെ കവിയുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയില്ല എന്നൊക്കെ കർത്താവ് പറഞ്ഞില്ലേ. അപ്പോ വിലയിരുത്താനായിട്ട് മനുഷ്യനെ കുറിച്ച് ഉദ്ദേശിച്ചിരിക്കുന്നു, പക്ഷെ വിലയിരുത്തുന്ന വിധത്തിലാണ് പ്രശ്നമുള്ളത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്തായാലും നമുക്ക് പെട്ടെന്ന് വിഷയത്തിലേക്ക് വരാം. ഈ വേദഭാഗത്ത് മറ്റുള്ളവരെ വിലയിരുത്തുന്നത് സംബന്ധിച്ച് അരുതാത്ത രണ്ട് സമീപനങ്ങളും സ്വീകരിക്കേണ്ട ഒരു സമീപനത്തെയും കുറിച്ച് പറഞ്ഞിരിക്കുന്നു എന്ന് നമുക്ക് കാണാം. അരുതാത്ത സമീപനങ്ങളിൽ ആദ്യത്തേത് സഹോദരന് മേൽ ന്യായാധിപതിയായി വർത്തിക്കരുത് എന്നാണ്. മിക്ക മനുഷ്യർക്കും മറ്റുള്ളവരെ വിധിക്കാനുള്ള ഒരു പ്രവണതയുണ്ട്. എങ്ങനെയോ സ്വന്തം സഹോദരനേക്കാൾ ഞാൻ ശ്രേഷ്ഠനാണ് എന്നുള്ളൊരു ധാരണയാണ് നമ്മുടെയൊക്കെ മനസ്സിലുള്ളത്. ഇതിന് പരീക്ഷ മനോഭാവം എന്ന് പറയാൻ സാധിക്കും. അവർ ന്യായവിസ്താരത്തിൽ നിന്ന് ഒഴിവുള്ളവരാണ്. ദൈവിക നിലവാരം അനുസരിച്ച് ഒരു കുറവുമില്ലാതെ ജീവിക്കുന്നവരാണ്. അതാണ് ഒരു പരീക്ഷന്റെ മനോഭാവം. എന്ന് മാത്രമല്ല, ഈ ന്യായവിധി വളരെ നിശ്ചിതമായ ഒന്നാണ്. നിരീക്ഷിച്ച സ്വഭാവ വീഴ്ചയെ സംബന്ധിച്ച് അല്ലെങ്കിൽ പെരുമാറ്റത്തെ സംബന്ധിച്ച് ഏറ്റവും നിഷേധാത്മകമായ ഒരു തീരുമാനമാണ് പരീക്ഷ മനോഭാവത്തിൽ പലപ്പോഴും അവർ കൈക്കൊള്ളുന്നു. അതിനെ പുറകിലുള്ള ഉദ്ദേശ്യം ഹീനമാണ്. എന്ന് മാത്രമല്ല, അവരെ ദുഷ്ടത ലാക്കാക്കിയാണ് ഈ കാര്യം ചെയ്തിരിക്കുന്നത് എന്നൊക്കെ പറയാനായിട്ടാണ് അവർക്ക് താല്പര്യം. ഒരു വിട്ടുവീഴ്ച മനോഭാവമോ ഇങ്ങനെയും ഒരു സാധ്യതയില്ലേ എന്ന് ചിന്തിക്കാനുള്ള മനസ്സോ ഒന്നും അവർക്കില്ല. എന്ന് മാത്രമല്ല, ഇവിടെ രണ്ടാമത്തെ സമീപനം, രണ്ടാമത്തെ വിഷയം, ഞാൻ ഈ ന്യായവിധി നടത്താനായിട്ട് ഏറ്റവും യോഗ്യനാണ് എന്ന് സമീപനം. എനിക്കതിനുള്ള പാഠവും അതിനുള്ള അധികാരവും ഉണ്ട് എന്ന മട്ടിലാണ് അവന്റെ നിൽപ്പ്. ഇങ്ങനെയുള്ള വ്യക്തി തന്റെ സഹോദരനെയും തെറ്റായ റോളിൽ നിർത്തുന്നു. സഹോദരൻ ആരാണ്? അവൻ എൻ്റെ ദാസനാണ്. അദ്ദേഹത്തിന്റെ പേരിൽ ഞാൻ പ്രഭുവും ന്യായാധിപനുമാണ്. എന്നാൽ സമാനമായ ഒരു വേദഭാഗത്ത് അപ്പോസ്തലനായ പൗലോസ് ചോദിക്കുന്ന ചോദ്യം നമുക്ക് കേൾക്കാം. മറ്റൊരുത്തിന്റെ ദാസനെ വിധിപ്പാൻ നീയാ? അവൻ നിൽക്കുന്നതോ വീഴുന്നതോ സ്വന്തം യജമാനത്രേ. അവൻ നിൽക്കും താനും അവനെ നിൽക്കുമാറാക്കുവാൻ കർത്താവിന് കഴിയുമല്ലോ. അതാണ് പൗലോസിന് പറയാനുള്ളത്. സ്വന്തം അനുഭവത്തിന്റെ പശ്ചാത്തലത്തിലും കൊറിന്ത്യരോട് വാദിക്കുമ്പോൾ പൗലോസ് പറയുന്നത് ശ്രദ്ധിക്കുക. കൊറിന്ത്യ ലേഖനം 1 ലേഖനം 4-5 വാക്യങ്ങളിൽ ഇങ്ങനെയാണ്: എന്നെ വിധിക്കുന്നത് കർത്താവാകുന്നു. ആകയാൽ കർത്താവ് വരുവോളം സമയത്തിന് മുമ്പേ ഒന്നും വിധിക്കരുത്. അവൻ ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്നത് വെളിച്ചത്താക്കി ഹൃദയങ്ങളുടെ ആലോചനകളെ വെളിപ്പെടുത്തും. പൗലോസ് ഇവിടെ പറയുന്നത് വളരെ ലളിതവും എന്നാൽ സുപ്രധാനമായ ഒരു സത്യമാണ്. മനുഷ്യൻ ദൈവമല്ല. ഒരു മനുഷ്യനും തന്റെ കൂടെയുള്ളവരുടെ മേൽ ന്യായാധിപതി ആയിരിക്കാനുള്ള യോഗ്യതയില്ല.
അവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെയോ ഹൃദയ ആലോചനകളെയോ തിരിച്ചറിയാൻ മനുഷ്യന് കഴിയില്ല. അപ്പോൾ ഇങ്ങനെ മറ്റുള്ളവരുടെ മേൽ കുറ്റം കണ്ടെത്തി അവരെ ന്യായവേദിക്കാൻ നടക്കുന്നവർ ദൈവത്തിന്റെ സിംഹാസനത്തിൽ കയറിയിരിക്കുന്നവരാണ്, ദൈവം കളിക്കുന്നവരാണ്. ഒരു സഭയിൽ പണ്ട് നടന്നൊരു സംഭവം ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. ഞായറാഴ്ച ആരാധന നടക്കുന്ന സമയത്ത് ഒരു സഹോദരി ഒരു കുറിപ്പ് അവിടെയുള്ള മറ്റൊരു സഹോദരിക്ക് കൊടുത്തു വിട്ടു. അതിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഇന്ന് നീ അപ്പം നുറുക്കലിൽ പങ്കെടുക്കാൻ പാടില്ല. ഇന്ന് നീ അപ്പം നുറുക്കലിൽ പങ്കെടുക്കാൻ പാടില്ല. നമ്മൾ ഇവിടെ ചർച്ച ചെയ്തത് പോലുള്ള ഒരു ന്യായവിസ്താരമാണ് അവിടെ നടന്നത്. ന്യായവിസ്താരത്തിന്റെ സിംഹാസനത്തിൽ കയറിയിരുന്ന് തന്റെ കൂട്ടു സഹോദരിയെ ദാസിയായി കണക്കാക്കി അവരുടെ മേൽ ന്യായവിസ്താര വിധി കൽപ്പിക്കാനായിട്ട് ഈ സഹോദരി പുറപ്പെട്ടു എന്ന് പറയുമ്പോൾ ഈ തരത്തിലുള്ള മനോഭാവങ്ങൾ നമ്മുടെ ഇടയിൽ എന്തുമാത്രമുണ്ട് എന്ന് ഞാൻ ചിന്തിച്ചു. നാം മറ്റുള്ളവരുടെ മേൽ ന്യായവിധിമാരായി വിലസാൻ ബന്ധപ്പെടുമ്പോൾ മനസ്സിലാക്കുക, നമ്മൾ ഓരോരുത്തരും ന്യായവിധിക്ക് വിധേയപ്പെടാനുള്ളവരാണ് എന്ന് മാത്രമല്ല, മറ്റുള്ളവരെ ന്യായം വിധിക്കാനായിട്ട് നാം പുറപ്പെടുമ്പോൾ നമ്മുടെ മേൽ കണിശമായിട്ടുള്ള ന്യായവിധി വരും. നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ നിങ്ങളെയും വിധിക്കും. നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്ന് കിട്ടും. നിങ്ങൾ ന്യായാധിപ സ്ഥാനത്തിരിക്കുന്നവരല്ലേ. ന്യായങ്ങളും അന്യായങ്ങളും ഒക്കെ അറിയാമല്ലോ, നിയമവശങ്ങളൊക്കെ നന്നായിട്ട് അറിയാമല്ലോ. ആ നിയമത്തിനനുസരിച്ച് തന്നെയുള്ള ന്യായവിധി നിങ്ങൾക്ക് ലഭിക്കും. എന്റെ നിരീക്ഷണത്തിൽ ഇത്തരം കുറ്റപ്പെടുത്തലുകളും ന്യായവിധികളും നമ്മുടെ ഇടയിൽ ധാരാളം നടക്കുന്നു. നമ്മളൊക്കെ അത് ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ ന്യായവിസ്താരങ്ങൾ പലതും വസ്തുനിഷ്ഠമായതോ നിഷ്പക്ഷമായതോ അല്ല. ഇവിടെയൊക്കെ സംഭവിക്കുന്നൊരു കാര്യം എന്തെന്ന് വെച്ചാല്, കാര്യങ്ങളുടെ മറുവശം കാണാനായിട്ട് ഈ ന്യായാധിപന്മാർക്ക് പലപ്പോഴും സാധിക്കാറില്ല. ഒന്നോ രണ്ടോ പേര് ഒരു വ്യക്തിയെ കുറിച്ച് എന്തെങ്കിലും വന്ന് പറഞ്ഞു, എന്തുകൊണ്ട് പറഞ്ഞു എന്നുള്ളത് വേറെ കാര്യം. വന്ന് പറഞ്ഞ വ്യക്തി ഈ 100% വിശ്വാസത്തിലെടുത്ത് അവർ പറഞ്ഞ വേർഷൻ അങ്ങനെ തന്നെ വിഴുങ്ങുന്നവരാണ് നമ്മുടെ ഇടയിലെ ന്യായാധിപന്മാർ. ഇത് ദൈവരാജ്യത്തിലെ പൗരന്മാർക്ക് ചേർന്നതല്ല എന്ന് ഞാൻ പറയട്ടെ. എന്ന് മാത്രമല്ല, സഹോദരന്മാർ തമ്മിലുള്ള ബന്ധത്തിനും ദോഷമായിട്ടാണ് ഇത് പലപ്പോഴും തീർന്നിട്ടുള്ളത്. മറ്റുള്ളവരുടെ കുറ്റങ്ങളുടെ മേൽ, കുറവുകളുടെ മേൽ കണ്ണടയ്ക്കണമെന്നല്ല, പിന്നെയോ കുറെ കൂടി ഔദാര്യമുള്ള ഒരു മനോഭാവം കാണിക്കണമെന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. അല്ലെങ്കിൽ ഈ വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്നു. എന്തെങ്കിലും കുറവ് കാണുമ്പോഴേക്കും അതിനെക്കുറിച്ച് ഏറ്റവും മോശമായ ഒരു നിഗമനം ഉണ്ടാക്കുകയും അത് പ്രചരിപ്പിക്കുകയുമല്ല, അവരുടെ മേൽ ന്യായാധിപനായി വാഴുകയുമല്ല, എൻ്റെ കൂട്ടു സഹോദരനല്ലേ എന്നുള്ള സഹതാപത്തോടു കൂടി കാര്യങ്ങളുടെ നിജസ്ഥിതി തിരിച്ചറിഞ്ഞ് അദ്ദേഹത്തെ സഹതാപത്തോടു കൂടി കണ്ട് സഹായിക്കാനായിട്ടുള്ളൊരു മനോഭാവമല്ലേ നമുക്ക് വേണ്ടത്. ഇതാണ് ഇവിടെ നാം കാണുന്ന ഒന്നാമത്തെ ഓപ്ഷൻ അല്ലെങ്കിൽ സാധ്യത. സഹോദരന്റെ മേൽ ന്യായാധിപനായിരുന്ന് അവനെ കുറ്റം വിധിച്ച് നശിപ്പിച്ച് അവനെ ക്ഷീണിപ്പിച്ച് തകർത്ത് കളയുന്ന മനോഭാവം. ഇതരുത് എന്നാണ് കർത്താവ് പഠിപ്പിച്ചത്. രണ്ടാമത്തെ ഒരു സമീപനം,
സഹോദരനോട് കപടതയോടെ ഇടപെടുക എന്നുള്ളതാണ്. നമ്മളിങ്ങനെയാ വായിക്കുന്നത്. എന്നാൽ സ്വന്തം കണ്ണിലെ കോൽ ഓർക്കാതെ സഹോദരന്റെ കണ്ണിലെ കരട് നോക്കുന്നത് എന്ത്? അല്ല, സ്വന്തം കണ്ണിൽ കോലിരിക്കെ നീ സഹോദരനോട് നിൽക്ക, നിന്റെ കണ്ണിൽ നിന്ന് കരടെടുത്ത് കളയട്ടെ എന്ന് പറയുന്നത് എങ്ങനെ? ഇവിടെ തികഞ്ഞ കപടതയാണ് കഴിഞ്ഞത്. സ്വന്തം ജീവിതത്തിലെ കൂടുതൽ ഗൗരവമുള്ള വീഴ്ചകളെ മറച്ചുവെച്ച് കൂട്ടു സഹോദരന്റെ ജീവിതത്തിലെ ചെറിയ തെറ്റുകൾ തിരുത്താൻ ശ്രമിക്കും. ഈ സഹോദരൻ സ്വന്തം കണ്ണിലെ തടിക്കഷ്ണത്തെ സംബന്ധിച്ച് ബോധവാനേ അല്ല. അത് എടുത്തു മാറ്റാനായി ഒരു ശ്രമം നടത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, അങ്ങനെ ഒരു പ്രശ്നമില്ല എന്ന് കണ്ണടച്ച് ഇരുട്ടാക്കുന്ന വ്യക്തിയാണ്. മറ്റുള്ളവരുടെ കുറവുകളെ പർവ്വതീകരിക്കാനും സ്വന്തം കുറവുകളെ നിസ്സാരവൽക്കരിക്കാനുമുള്ള പ്രവണത നമ്മിൽ എല്ലാവരിലും ഉണ്ട്. മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുമ്പോൾ പക്ഷപാതമില്ലാതെയും വസ്തുനിഷ്ഠമായും വിലയിരുത്താനായിട്ട് നമുക്ക് പലപ്പോഴും കഴിയാറില്ല. അതിന് പകരം നമ്മെ സുന്ദരന്മാരും മറ്റുള്ളവരെ വിരൂപന്മാരുമായി കാണാനാണ് നമുക്ക് താല്പര്യം. അങ്ങനെ സ്വയനീതിയുടെ സന്തോഷം നാം അനുഭവിക്കുന്നു. കപട വ്യക്തിക്കാരാ എന്നുള്ള കർത്താവിന്റെ വിളി നമ്മുടെ ചെവികളിൽ തുളഞ്ഞു കയറേണ്ടതാണ് എന്ന് ഞാൻ വിചാരിച്ചു. ശ്രദ്ധിക്കുക, ഇവിടെ കൂട്ടുകാരന്റെ കുറവ് തീർക്കാൻ ചെല്ലുന്ന വ്യക്തി ഒരു കാരുണ്യ പ്രവൃത്തി ചെയ്യുന്നു എന്ന മട്ടിലാണ് കാര്യങ്ങളെ സമീപിക്കുന്നത്. നിക്ക് കണ്ണിൽ കരടിരിക്കുന്നുണ്ട്, ഞാനത് എടുത്തു തരാം, നിന്നെ സഹായിക്കാം എന്ന മട്ടിലാണ് ചെല്ലുന്നത്. വാസ്തവത്തിൽ സ്വന്തം ഈഗോ ഊതി വീർപ്പിക്കുന്ന ഒരു പ്രവൃത്തിയല്ലേ അത്. ഞാനൊരു കുറവില്ലാത്ത ആളാണ്, എന്റെ കണ്ണൊക്കെ ക്ലീനാണ്, നിന്റെ കണ്ണിലാണ് കരടിരിക്കുന്നത് എന്നുള്ള മട്ടിലെല്ലാം സമീപിക്കുന്നു. മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടി സ്വയത്തെ ഉയർത്താനുള്ള പരീക്ഷത്വത്തിന്റെ തിന്മയല്ലേ നമ്മളിവിടെ കാണുക. പരീക്ഷനും ചുങ്കക്കാരനും പ്രാർത്ഥിക്കാൻ വേണ്ടി ദേവാലയത്തിൽ പോകുന്ന ഒരു ഉപമ കർത്താവ് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്. അതിന്റെ സമ്മറി സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കർത്താവ് ഇങ്ങനെ ആദ്യം പറയുന്നുണ്ട്: തങ്ങൾ നീതിമാന്മാരെന്ന് ഉറച്ച് മറ്റുള്ളവരെ ധിക്കരിക്കുന്ന ചിലരെ കുറിച്ച് അവൻ ഒരു ഉപമ പറഞ്ഞത് എന്തെന്നാണ്. തങ്ങൾ നീതിമാന്മാരെന്ന് ഉറച്ച് മറ്റുള്ളവരെ ധിക്കരിക്കുന്ന ചിലർ. ഇവിടെ പരീശൻ അറപ്പുളവാക്കുന്ന ഒട്ടും ശരിയല്ലാത്ത ഒരു താരതമ്യം നടത്താനാണ് ശ്രമിക്കുന്നത്. സ്വന്തം നന്മയെയും അതേസമയം ചുങ്കക്കാരന്റെ തിന്മയെയും ഒരേപോലെ പർവ്വതീകരിച്ച് അതിന്റെ സകല നന്മയും സകല ഗുണവും സ്വന്തമായിട്ട് അനുഭവിക്കുന്ന പരീക്ഷ. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മറ്റുള്ളവരോട് കാണിക്കുന്ന കണിശ സ്വഭാവം നമ്മോട് കാണിക്കണം. മറ്റുള്ളവർക്ക് നാം വയ്ക്കുന്ന ഉന്നതമായ നിലവാരം നമ്മൾക്ക് നേരെയും പ്രയോഗിക്കുന്നു. നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല എന്ന് ദൈവവചനം നമ്മളോട് പറയുന്നു. നാം ദൈവത്തിന്റെ ന്യായവിധിയിൽ നിന്നും രക്ഷപ്പെടുക മാത്രമല്ല, തെറ്റിലകപ്പെടുന്ന നമ്മുടെ കൂട്ടു സഹോദരനെ സൗമ്യതയോടെ സഹായിക്കാൻ പ്രാപ്തന്മാരുമായി. സ്വന്തം കണ്ണിലെ കോല് നീക്കിയാൽ കൂട്ടുകാരന്റെ കണ്ണിലെ കരട് വ്യക്തമായി കാണാൻ സാധിക്കും. അപ്പൊ രണ്ട് സ്വീകാര്യമല്ലാത്ത സമീപനങ്ങളെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഒന്ന്, കൂട്ടുകാരന്റെ മേൽ ന്യായാധിപനായി അധികാരസ്ഥാനത്ത് കയറിയിരുന്ന് അവനെ വിമർശിച്ച് നശിപ്പിക്കുന്ന കാര്യം. അതൊക്കെ വളരെ കോമൺ ആയിട്ട് നടക്കുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. രണ്ട്, കൂട്ടുകാരന്റെ മേൽ പരീക്ഷ മനോഭാവത്തോടുകൂടി
തിരുത്താൻ ചെല്ലുന്ന മനോഭാവം. സ്വന്തം ജീവിതത്തിൽ അതിനേക്കാൾ വലിയ പ്രശ്നങ്ങളുള്ള സമയത്ത് അത് കണക്കാക്കാതെ അത് മറച്ചു വെച്ച് കൂട്ടുകാരന്റെ ചെറിയ കുറവുകൾ അല്ലെങ്കിൽ തൻ്റെ വീഴ്ചകളേക്കാൾ കാഠിന്യം കുറഞ്ഞ കുറവുകൾ തിരുത്താൻ ചെല്ലുന്ന പരീക്ഷ മനോഭാവം. എന്നാ പിന്നെ സഹോദരനെ ഒന്നും ചെയ്യണ്ടേ? തെറ്റുകളും കുറവുകളും കണ്ടല്ലേ എന്താ ചെയ്യേണ്ടത്? സഹോദരനെ സഹോദരനായിട്ട് തന്നെ കാണാൻ സാധിക്കും. കപടതയോടെ അരുത്. ന്യായവിസ്താരം നടത്തുന്ന ന്യായാധിപതിയുടെ സ്ഥാനത്ത് നിൽക്കരുത്. സഹോദരനെ സഹോദരൻ എന്നറിഞ്ഞ് സമീപിക്കണം. മത്തായി സുവിശേഷം 18:15 ഇതേ വിഷയത്തെക്കുറിച്ച് സഹോദരന്റെ കുറവിനെ സംബന്ധിച്ച് കർത്താവ് തന്നെ പറയുന്ന വാക്യമുണ്ട്. നിന്റെ സഹോദരൻ നിന്നോട് പിഴച്ചാൽ നീ ചെന്ന് നീയും അവനും മാത്രമുള്ളപ്പോൾ കുറ്റം അവന് ബോധം വരുത്തുക. നീയും അവനും മാത്രമുള്ളപ്പോൾ എന്ന പ്രയോഗം ശ്രദ്ധിക്കുക. സഹോദരന് ഏറ്റവും കുറഞ്ഞ വേദന നൽകിക്കൊണ്ട് സഹോദരനോടുള്ള ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹത്തിൽ ഈ ദൗത്യം നിർവഹിക്കുക. എന്നാൽ ഇതിന് തൊട്ട് മുമ്പ് ചെയ്യേണ്ട ഒരു കാര്യം കൂടെയുണ്ട്. സ്വന്തം ജീവിതത്തില് കുറവുകൾ ഉണ്ടോ, പ്രത്യേകിച്ച് ഈ മേഖലയിൽ തന്നെയുള്ള കുറവുകളുണ്ടോ എന്ന് പരിശോധിച്ച് തിരുത്തുക. കൂട്ടുകാരുടെ കണ്ണിലെ കരട് നീക്കാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട്, ശരി തന്നെ. എന്നാൽ അതിന് ഉദ്യമിക്കുന്നതിന് മുമ്പ് സ്വന്തം കണ്ണിലെ കോലെടുത്ത് മാറ്റണം. സ്വന്തം ജീവിതത്തിലെ വലിയ വീഴ്ചകളെ തിരുത്താൻ ശ്രമിക്കാതെ കൂട്ടുകാരന്റെ ചെറിയ വീഴ്ചകൾ തിരുത്താൻ പോകുന്നത് ഉചിതമാണ്. സ്വന്തം കണ്ണിലെ കോൽ നീക്കിയാൽ കൂട്ടുകാരന്റെ കണ്ണിലെ കരട് നീക്കാൻ വ്യക്തമായി കാണാം. അത് നീക്കാനും എളുപ്പമാണ്. യേശു കൂട്ടുകാരനെ തിരുത്തുന്നത് വിലക്കുന്നില്ല. എന്നാൽ അതിനു മുമ്പ് ഫലപ്രദമായ ഒരു സ്വയവിമർശനം, സ്വയം തിരുത്തൽ നടത്തിയിരിക്കണം. സ്വർഗരാജ്യത്തിന്റെ സംസ്കാരത്തിൽ ബന്ധങ്ങൾക്ക് ഉന്നതമായ ഒരു സ്ഥാനമാണ്. മറ്റുള്ളവരുടെ സമീപനത്തിൽ കണിശക്കാരനായ ഒരു ന്യായാധിപന്റെ റോളിലോ ഒരു കപടഭക്തിക്കാരന്റെ റോളിലോ അല്ല, കരുതലുള്ള ഒരു സഹോദരന്റെ റോളിലാണ് നാം പ്രവർത്തിക്കേണ്ടത്. ഇവിടെ സ്വയവിമർശനത്തിനും തിരുത്തലിനും ശേഷമാണ് സഹോദരനെ തിരുത്താൻ ഉദ്യമിക്കുക. ക്രിസോസ്റ്റോം എന്ന ബൈബിൾ വ്യാഖ്യാതാവ് പറയുന്ന ഒരു പ്രസ്താവന എങ്ങനെയാണ്: കൂട്ടുകാരനെ തിരുത്തണം, എന്നാൽ ഒരു ശത്രുവിനോട് എന്ന പോലെയല്ല, പിഴയടിക്കാൻ നിർബന്ധിക്കുന്ന എതിരാളിയെ പോലെയുമല്ല, സൗഖ്യദായകനായ ഔഷധം നൽകുന്ന ഒരു വൈദ്യനെ സ്നേഹത്തോടെ കൂട്ടുകാരനെ രക്ഷിച്ച് യഥാസ്ഥാനത്താക്കുവാൻ ഉള്ള വാഞ്ചയം. ആദ്യം നാം സ്വയവിമർശകരായി തീരണം. നമ്മോട് കാണിക്കുന്ന ഔദാര്യം കൂട്ടു സഹോദരനോടും കാണിക്കണം. അങ്ങനെ നാം സുവർണ നിയമം പാലിക്കുന്നവരായിത്തീരും. ഈ വേദഭാഗത്തിന്റെ തുടർച്ചയിൽ നാം അത് വായിക്കുന്നു. മലയാള പ്രസംഗത്തിൽ പ്രസിദ്ധമായ ഒരു ഉദ്ധരണിയാണ് 7:12, മത്തായി 7:12. ഇങ്ങനെയാണത്: മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണം എന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നതൊക്കെയും നിങ്ങൾ അവർക്കും ചെയ്യും. ന്യായപ്രമാണവും പ്രവാചകന്മാരും ഇത് തന്നെ. തിരുത്തലിന്റെ വേദശാസ്ത്രം എന്നല്ലേ നമ്മുടെ പഠന വിഷയം. നാം ഇതുവരെ ചിന്തിച്ചത് തിരുത്താൻ വെമ്പൽ കൊള്ളുന്ന വ്യക്തിയുടെ മനോഭാവം സംബന്ധിച്ചാണ്. ഒഴിവാക്കേണ്ട 2 സമീപനങ്ങൾ നാം കണ്ടു. ഒന്ന്, കുറ്റം കണ്ട്, മറ്റുള്ളവരിൽ കുറ്റം കണ്ട് അതിൽ സന്തോഷിക്കുന്ന
അവര് നാണം കെടുത്താൻ ബന്ധപ്പെടുന്ന കർക്കശക്കാരനായിട്ടുള്ള ന്യായാധിപതി. രണ്ട്, സ്വന്തം കണ്ണിലെ കോൽ നീക്കാതെ കൂട്ടുകാരന്റെ കണ്ണില് കരട് നീക്കാൻ ഉദ്യമിക്കുന്ന കപട വ്യക്തികൾ. നാം സ്വീകരിക്കേണ്ട മനോഭാവം ഇതിൽ നിന്നും വ്യത്യസ്തമാണ്. സഹോദരനോട് സഹതാപത്തോടെ, ഔദാര്യ മനോഭാവത്തോടെ, സ്വയ വിമർശനത്തോടെ ഇടപെടുക. എന്നാൽ ഇവിടെ ഇതുവരെ നാം ചർച്ച ചെയ്തത് സഹോദരനെ തിരുത്താൻ ചെല്ലുന്ന വ്യക്തിയെ സംബന്ധിച്ചാണ്. എന്നാൽ തിരുത്തപ്പെടുന്ന വ്യക്തിയുടെ മനോഭാവത്തെ കുറിച്ചുകൂടി ഒരു ചർച്ച ആവശ്യമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. എങ്കിൽ മാത്രമേ ഈ പഠനം പൂർത്തിയാവുകയുള്ളൂ. തിരുത്തലിനെ സംബന്ധിച്ചുള്ള അല്ലെങ്കിൽ തിരുത്തലിന് വിധേയപ്പെടുന്ന വ്യക്തിയെ സംബന്ധിച്ചുള്ള ചില വാക്യങ്ങൾ നമുക്ക് ശലോമോൻ തന്റെ വാക്യങ്ങൾ എന്ന പുസ്തകത്തിൽ എഴുതിയത് നമുക്ക് ചുരുക്കമായിട്ട് വായിക്കാം. ചില വാക്യങ്ങൾ മാത്രം വായിക്കാം. സദൃശവാക്യങ്ങൾ 12:1. പ്രബോധനം ഇഷ്ടപ്പെടുന്നവൻ പരിജ്ഞാനം ഇഷ്ടപ്പെടുന്നു, ശാസന വെറുക്കുന്നവനോ മൃഗപ്രായം. 13:1. ജ്ഞാനമുള്ള മകൻ അപ്പന്റെ പ്രബോധനഫലം, പരിഹാസിയോ ശാസന കേട്ട് അനുസരിക്കുന്നില്ല. 18-ാം വാക്യം. പ്രബോധനം ത്യജിക്കുന്നവന് ദാരിദ്ര്യവും ലജ്ജയും വരും, ശാസന കൂട്ടാക്കുന്നവനോ ബഹുമാനം ലഭിക്കും. 15-ാം വാക്യം. സന്മാർഗം ത്യജിക്കുന്നവന് കഠിന ശിക്ഷ വരും, ശാസന വെറുക്കുന്നവൻ മരിക്കും. 12-ാം വാക്യം. പരിഹാസി ശാസന ഇഷ്ടപ്പെടുന്നില്ല, ജ്ഞാനികളുടെ അടുക്കൽ ചെല്ലുന്നത്. 15:31. ജീവാർത്ഥമായ ശാസന കേൾക്കുന്ന ചെവിയുള്ളവൻ ജ്ഞാനികളുടെ മധ്യേ വസിക്കും. 32. പ്രബോധനം ത്യജിക്കുന്നവൻ തന്റെ പ്രാണനെ നിരസിക്കുന്നു, ശാസന കേട്ടനുസരിക്കുന്നവനോ വിവേകം സമ്പാദിക്കുന്നു. 21:11. പരിഹാസിയെ ശിക്ഷിച്ചാൽ അല്പബുദ്ധി ജ്ഞാനിയായിത്തീരും, ജ്ഞാനിയെ ഉപദേശിച്ചാൽ അവൻ പരിജ്ഞാനം പ്രാപിക്കും. 29:1 കൂടി വായിക്കാം. കൂടെ കൂടെ ശാസന കേട്ടിട്ടും ശാഠ്യം കാണിക്കുന്നവൻ നീക്കുപോക്കില്ലാതെ പെട്ടെന്ന് നശിക്കും. പ്രിയപ്പെട്ടവരെ, തിരുത്താൻ അല്ലെങ്കിൽ ശാസിക്കാൻ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിച്ചതുപോലെ തന്നെ പ്രസക്തമാണ്. എന്നെ ആരെങ്കിലും തിരുത്താനോ ശാസിക്കാനോ വരുന്ന സമയത്ത് എന്റെ മനോഭാവം എന്താണ് എന്നുള്ളത്. ശാസന കേൾക്കുന്നത് നല്ലതാണ്. ശാസിക്കാൻ വരുന്ന ആൾ യോഗ്യനാണോ എന്നുള്ള ചോദ്യം അവിടെ ഇരിക്കട്ടെ. എന്നോട് എന്റെ കുറവുകൾ എന്നുള്ള മട്ടിൽ എന്തെങ്കിലും സൂചിപ്പിക്കാനായിട്ട് ആരെങ്കിലും വരുമ്പോ എനിക്ക് സന്തോഷമാണ്. ശാസകനോടുള്ള നമ്മുടെ മനോഭാവം എന്ന്. പരിഹാസി ശാസന കേട്ട് അനുസരിക്കുന്നില്ലെന്നാ പറയുന്നത്. നമ്മൾ മറ്റുള്ളവര് നമ്മളെ കുറിച്ച് പറയുന്ന വിമർശനത്തെ എങ്ങനെയാണ് കൈക്കൊള്ളുന്നത്, സ്വീകരിക്കുന്നത്? നമ്മൾ ന്യായവാദങ്ങൾ, വിശദീകരണങ്ങൾ പറഞ്ഞ് ആ വ്യക്തിയെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്ന ആളാണ്.
കാര്യത്തിന്റെ നിജസ്ഥിതി മുഴുവൻ മനസ്സിലാക്കാതെയും നമ്മിൽ കുറ്റം കണ്ടെത്താൻ വേണ്ടിയും ഒക്കെ തന്നെയാണെങ്കിലും വിമർശകരെ ശ്രദ്ധിക്കാനും അവരുടെ വിലയിരുത്തൽ കേൾക്കാനുമുള്ള മനസ്സാണ് ഒരു ദൈവഭക്തന് യോഗ്യം. ഉന്നയിക്കുന്ന ചോദ്യങ്ങൾ പലതും അസ്ഥാനത്തായാലും സൗമ്യതയോടെ ചെവി കൊടുത്താൽ അതിൽ നിന്ന് പല പാഠങ്ങളും ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കും. അതിന് പകരം ഒരിക്കലും വിമർശനം കേൾക്കാൻ മനസ്സില്ലാതെ ഇരിക്കുന്നുവെങ്കിൽ നമുക്ക് മെച്ചപ്പെടാനുള്ള വഴി നാം അടച്ചു കളയും. എന്ന് മാത്രമല്ല, ഈ തിരുത്താൻ വരുന്ന വ്യക്തിയോട് നമ്മൾ കർക്കശമായിട്ട് ഇടപെട്ടാൽ നമ്മുടെ ബന്ധങ്ങളെയും അത് ബാധിക്കും. വളരെ പ്രസക്തമായിട്ടൊരു വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്തത്. കൂടുതൽ ചോദ്യങ്ങൾ ചർച്ചയുടെ സമയത്ത് പരിഗണിക്കാം. നമ്മുടെ തിരുത്തലിന്റെ വേദശാസ്ത്രം യേശുവിന്റെ ലോകവീക്ഷണത്തോട് ചേർന്നതായി തീരട്ടെ. അങ്ങനെ നമ്മുടെ ബന്ധങ്ങൾ പുഷ്ടി പ്രാപിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ അവതരണം ഞാനിവിടെ സമാപിക്കും. നമ്മളുടെ കണ്ണിൽ കോലിരിക്കെ മറ്റുള്ളവരുടെ കണ്ണിലെ കരട് കാണുകയും അത് നീക്കിക്കളയുവാനായിട്ട് വലിയ താല്പര്യം കാണിക്കുകയും ചെയ്യുന്ന മനുഷ്യന്റെ കുറ്റം എത്ര വലുതാണ് എന്ന് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നാം ചിന്തിക്കുകയായിരുന്നു. ഒരുപക്ഷെ അത്തരത്തിലുള്ളതായിരിക്കുന്ന പ്രവണതയും ആ പാപവും മനുഷ്യരിൽ വളരെയധികം പരന്ന് ഉണ്ട് എന്ന് നമുക്ക് കാണാനായി കഴിയും. നമ്മയൊക്കെ ഒരു പരിധിയോളം സ്വാധീനിച്ചിട്ടുള്ളതായിരിക്കുന്ന ഒരു കുറ്റമാണ് ഇത്തരത്തിൽ സ്വയം നീതീകരണം, നീതിമാൻ എന്ന് നടിക്കുകയും മറ്റുള്ളവരുടെ തെറ്റുകളെ കണ്ടെത്തുകയും അത് തിരുത്തുവാനായിട്ടുള്ള വലിയ ശ്രമം നടത്തുകയും ചെയ്യുക. അതിൻ്റെ വലിയ കുറ്റവും അതിൻ്റെ കുറവ്, അതിൻ്റെ പോരായിക എന്ത് എന്ന ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വളരെ മനോഹരമായിട്ട് കേൾക്കുവാനായിട്ട് കഴിഞ്ഞു. വാസ്തവത്തില് നമ്മുടെ ഉള്ളിലേക്ക് തന്നെ നോക്കുവാനും ഒരു വിലയിരുത്തലിന് നമ്മെ തന്നെ വിധേയപ്പെടുത്തുവാനും വലിയ തിരുത്തലിന്, മാറ്റത്തിന് തയ്യാറാകുവാനായി ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കുവാനും ഇടയാക്കും വിധം ഈ വിഷയം വളരെ ഗൗരവമുള്ളതും ആ ഗൗരവം ഒട്ടും കുറയാതെ നമുക്കത് ദൈവവചനത്തിൽ നിന്ന് പറഞ്ഞു തരുവാൻ ദൈവം സഹായിച്ചു. അത് നമുക്ക് ഏറ്റവും പ്രയോജനമായിരുന്നു എന്ന് നമുക്ക് ഓർക്കാം. നാം കേട്ടതുപോലെ മറ്റുള്ളവരുടെ ജീവിതത്തിലെ ചെറിയ തെറ്റുകൾ, താരതമ്യേന വലിയ തെറ്റുകൾ ഉള്ളിൽ വെച്ചുകൊണ്ട്, മറച്ചു വെച്ചുകൊണ്ട് അവരിലൂടെ ഇടപെട്ട് അവരെ തകർക്കുകയും നശിപ്പിക്കുകയും ചെയ്യുന്ന പാപകരമായ നമ്മളുടെ ഒരു പ്രവണതയെ നമുക്ക് വളരെ ഗൗരവത്തോടെ കാണാം. സഹോദരന്മാരോട് നമ്മൾ അവരുടെ തെറ്റുകൾ തിരുത്തുവാനായിട്ട് ഇടപെടുമ്പോൾ വളരെ കപടതയോടെ, ഞാൻ നീതിമാനാണ്, ഞാൻ ഈ കാര്യത്തിൽ ഞാൻ കുറ്റങ്ങൾക്കും തെറ്റുകൾക്കും അതീതനാണ് എന്ന് ഉള്ള മട്ടിൽ ആളുകളോട് ഇടപെടുകയൊക്കെ ചെയ്യുന്ന നമ്മളുടെ വലിയ കുറവുകളെ നമ്മുടെ ഉള്ളിലേക്ക് നോക്കി കാണുവാനായിട്ട് നമുക്ക് ഇന്നത്തെ ഈ ക്ലാസ് നമുക്ക് വലിയ പ്രയോജനമായി തീർന്നു. ഈ നിലയിൽ ഈ വിഷയം അവതരിപ്പിക്കുകയും നമുക്ക് ആ തെറ്റിനെ കുറിച്ച് ബോധം വരുത്തുകയും ചെയ്ത ഇരുമ്പേട്ടനോടുള്ള നന്ദി അറിയിക്കുന്നു.